നിങ്ങളുടെ പൈസ നിങ്ങളുടെ പൈസ, എന്റെ പൈസ എന്റെ പൈസ, നിങ്ങളുടെ പൈസ എന്റെ പൈസ, എന്റെ പൈസ എന്റെ പൈസ. അത് മാത്രമേ നിങ്ങൾ നോക്കിക്കോ, ഞാൻ കോടീശ്വരിയാവും. വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് കോടികൾ സമ്പാദിക്കാം. അതെങ്ങനെ? ഞാൻ ജിതേഷ് മേത്ത, ഭൂമന്ത്രിയുടെ ദക്ഷിണ മേഖല വിംഗ് കമാൻഡിംഗ് ഓഫീസറാണ്. ഇന്ന് രാത്രി മുതൽ അനിതയുടെ ദിവസ വരുമാനം 1 ലക്ഷം രൂപയാണ്. ക്യാപ്റ്റൻ അനിത, പിക്ചർ അഭി ബാക്കി ഹെ ഭായ്. നിങ്ങൾ ചാരത്തിൽ നിന്ന് പറന്നുയർന്ന ഫിസിക്സ് പക്ഷിയെ പറ്റി കേട്ടിട്ടുണ്ടോ? ഫിസിക്സ് അല്ല, ഫീനിക്സ്. പണക്കാർക്കൊരു തെറ്റൊക്കെ ആവാം, മൂട് കളയാൻ വേണ്ടി. അവഗണനയുടെയും പരിഹാസത്തിന്റെയും തീച്ചൂളയിൽ നിന്ന് കത്തിയമർന്ന ചാരത്തിൽ നിന്ന് പറന്നുയർന്ന ഫീനിക്സ് പക്ഷി ആരാന്ന് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ അതാണ് ഈ ഞാൻ, മധ്യമേഖല ക്യാപ്റ്റൻ അനിത വിനോദ്. വിനോദ് ഞാൻ കട്ടിയവേ, അവൻ ഓസിന് ക്യാപ്റ്റൻ്റെ കൂടെ കടന്ന് സൂഹിക്കണ്ട. മന്ത്ര 1 2 3 ഭ്രാന്തല്ലേ പിന്നെന്തോന്ന്? അളിയ, ഇത് വേറെ എന്തോ ആണ്. പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഇവിടെ രാത്രിയൊക്കെ ഇടിച്ചിരുന്ന് പറയുന്നത്. കോടീശ്വരി, ലക്ഷപ്രഭു എന്നൊക്കെ. എടാ, ഈ വീട്ടമ്മമാർക്ക് മയക്കുമരുന്ന് എത്തിച്ചു കൊടുക്കുന്ന ടീമുമായിട്ട് ഇവർക്ക് എന്തെങ്കിലും ബന്ധമല്ലോ? ഇടയ്ക്ക് ഈ ക്യാപ്റ്റൻ നമ്മൾ പറയുന്നുണ്ട്, അതെനിക്ക് സംശയം. ഈ ക്യാപ്റ്റൻ ഡാനിയുടെ മോനുകൾ ഈ വിജയകാന്തുമായിട്ട് എന്തെങ്കിലും നിനക്ക് എന്താ? ഈ അനിതയുടെ അപ്പൂപ്പൻ പണ്ട് വള്ളം കളിക്ക് ഇരുട്ടൂത്തിയുടെ ക്യാപ്റ്റനായിട്ടിരുന്നുണ്ട്. ഇനി അങ്ങനെ ബാധവല്ലം കയറി. നീ ഒന്ന് പോയായിരുന്നു. നൂന്ന് നടക്കാൻ വയ്യാത്ത അപ്പൂപ്പനെ ഇനി ബാധയായിട്ട് വരും. നീ എന്തായാലും സംഭവം എന്തോന്ന് കണ്ടുപിടിക്കണമെന്ന് പറയാ. ടെൻഷൻ അടിക്കാതെ നമുക്ക് നോക്കാം എന്താണ്. അല്ല, നീ ഇന്ന് ഓഫീസിൽ പോയി? എടി, നീ എന്തിനാണ് ഇത്രയും ആലോചിക്കുന്നത്? അവരൊരു ലിങ്ക് തരുന്നു, നമ്മൾ അതിൽ കയറുന്നു, ജോയിൻ ചെയ്യുന്നു, പൈസ കൊടുക്കുന്നു, ക്യാപ്റ്റൻ ആവുന്നു. ക്യാപ്റ്റൻ അനിത, മനസ്സിലായ? എടി, പക്ഷെ എന്നാലും എനിക്കെന്തോ ഒരു പേടി തോന്നാണ്, നമ്മൾ ഇത്രയും കാശൊക്കെ കൊടുത്തിട്ട്. എടി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ആദ്യം പേടിച്ചായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ഭയങ്കര സേഫാണ്. എനിക്ക് മെസ്സേജ് വന്നു, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ മെസ്സേജ് വന്നെന്ന്. എടി, ഈ ഇന്ത്യയിലെ ഒട്ടുമിക്ക പണക്കാരും എങ്ങനെയാ പണക്കാരായത്? ഈ ഭൂമന്ത്രി ജോയിൻ ചെയ്തിട്ടല്ലേ? ഈ അംബാനി തന്നെ. അംബാനിയാക്കിയത് ആരാ? ജേഡി. എലോൺ മസ്ക് പ്ലെയിൻ വാങ്ങിച്ചത് എങ്ങനാ? ജേഡി. ബിൽ ഗേറ്റ്സ് പണം ഉണ്ടാക്കുന്നത് എങ്ങനാ? ഭൂമന്ത്രിയും ജേഡി ഉള്ളത് കൊണ്ടല്ലേ? നാളെ 2 ഹെലികോപ്റ്റർ വാങ്ങിക്കണം. എൻ്റെ ഭഗവാനെ, പണക്കാരിയാവുമ്പോൾ പാവപ്പെട്ടവരോട് പുച്ഛം തോന്നല്ലേ? തോന്നത്തില്ല, കാരണം ഇപ്പം ഞാൻ പണക്കാരി. നീ എന്താ? ഒന്നും ഇല്ലല്ലോ. പക്ഷെ നീ അവിടെ ഇരിക്കുന്നു, ഞാൻ ഇവിടെ ഇരിക്കുന്നു. എന്തുകൊണ്ടാ? ഞാൻ ഡൗൺ ടു എർത്താ. മനസ്സിലായോ? നാളെ പണക്കാരുടെ ലിസ്റ്റിൽ ഞാനും. ഐ ലവ് യു ഡാ അനിത, ഐ ലവ് യു. എന്നാലേ ശരി, ഞാൻ ഇറങ്ങട്ടെ. അത് നിൻ്റെ കയ്യിൽ തന്നെ വെച്ചോ, എൻ്റെ ഓർമ്മയ്ക്കായിട്ട്. ശ്രുതി, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ പണക്കാരിയെ ഓർക്കണേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണേ. എത്ര പണക്കാരിയായാലും നിൻ്റെ പഴയ അനിത തന്നെയായിരിക്കും ഞാൻ. ഒരഹങ്കാരവും കാണത്തില്ല. ശരി എന്നാ. പാവം കൊച്ച്, പിച്ചക്കാരി, പണക്കാരിയുടെ മണ്ട കയറിയിരിക്കാൻ അവള്. ആരാന്നാ? ആട്ടച്ചായ. അയ്യോ, പണക്കാർ കുടിക്കുന്നത് ഉണ്ടാക്കണോ? ഇനി ഉണ്ടാക്കാനും അറിയത്തില്ലല്ലോ, സാരമില്ല. ഉലകിൽ മറ്റവൻ തൊഴിലാളി, എൻ്റെ കിട്ടിയോനിരപ്പാളി, അവനെ കളഞ്ഞു കുളയ്ക്കാൻ സമയമായി. പൈസ കിട്ടിയിട്ട് ആരുടെ സപ്പോർട്ടില്ലാതെ ഒറ്റയ്ക്ക് മാറി താമസിക്കണം. ഇതാരത്? ബാങ്കിലാണോ ഡെപ്പോസിറ്റിൻ്റെ കാര്യം പറയാം? പിടിച്ച് കാല് പിടിക്കാം. क्या अनिता बोल रही है? हाँ 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 हाँ, मैं दिल्ली से बोल रही है. हो Are you comfortable in Hindi or English? മലയാളം.
ഓക്കെ ഓക്കെ, ഞാൻ മലയാളത്തിൽ സംസാരിച്ച് നോക്കാം. ഇത് ഡൽഹി ബ്യൂറോയിൽ നിന്ന് പോലീസ് ഓഫീസർ പ്രശാന്ത് ഗുരുവംശിയാണ് സംസാരിക്കുന്നത്. നമസ്കാരം സർ. നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു പണം കൈമാറ്റം നടത്തിയായിരുന്നു. ജി ഹാ, നടത്തിയിരുന്നു. 8 ലക്ഷം രൂപ. അത് പാകിസ്ഥാൻ അക്കൗണ്ട് ആയിരുന്നു. ദേശീയ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പണം കൈമാറിയതിന് നിങ്ങൾക്കെതിരെ 1, 2, 3 കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ലടുക്കി, സുന്ദർ ലടുക്കി, നിങ്ങളിപ്പം ഞങ്ങളുടെ ഡിജിറ്റൽ അറസ്റ്റിലാണ്. എന്റെ പൊന്ന് സാറേ, പറ്റിപ്പോയി, ക്ഷമിക്കണം. ഞാനിനി ഇത് ആവർത്തിക്കത്തില്ല. ഇനി അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഇനി ഈ വീട് വിട്ട് പുറത്തു പോകാനോ ആരുമായി കോണ്ടാക്ട് ചെയ്യാനോ പാടുള്ളതല്ല. നിങ്ങളെ ഇന്ന് ആ കോടതിയിൽ ഇന്ന് ഹാജരാക്കും. ജഡ്ജി ഇന്ന് തന്നെ ഉത്തരവ് വെടിയിപ്പിക്കും. ജഡ്ജി വേത്തിങ്ങളാണ്. എന്റെ പൊന്ന് സാറേ, എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഞാനൊരു പാവം പിടിച്ച വീട്ടമ്മയാ. ഞാനൊരു പൊട്ടിപ്പെണ്ണാ സാറേ. എന്നെ വെറുതെ വിടണം. ചിക്കന് ചമ്മനും ലടുക്കി, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഫയൽ എൻ്റെ കൈ വന്നാൽ അപ്പ അറസ്റ്റ്. എന്റെ പൊന്ന് സാറേ, ഈ കേസ് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കണം. കഷ്ടമുണ്ട്, രക്ഷിക്കണം സാറേ. നിങ്ങൾ ചെയ്തത് ചില്ലറക്കാരുമൊന്നുമല്ല, രാജ്യദ്രോഹമാണ്. അതൊരു കുറ്റമാണ്. സംജയ്, രാജ്യദ്രോഹമോ? അയ്യോ, ഒരു കാര്യം ചെയ്യാം. ഞാനോ ഹോം മിനിസ്റ്ററായിട്ടൊന്ന് ബന്ധപ്പെടട്ടെ. അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കാം. സാറ് പെട്ടെന്ന് പോയി ബന്ധപ്പെട്ടിട്ട് വാ. പിന്നെ ഒരു കാര്യം, ഈ കാര്യം ആർക്കും പറയാനോ ബന്ധപ്പെടാനോ പോകരുത്. അങ്ങനെ ചെയ്താൽ ഉടനടി ഡിജിറ്റൽ അറസ്റ്റ് കാണും. ടീക്കേ? ഞാനെന്തോ രാജ്യദ്രോഹിയോ? എനിക്ക് വയ്യ. പിറന്ന നാടിനെ ഒറ്റുകൊടുക്കുന്നവൾ, രാജ്യദ്രോഹി. എൻ്റെ ഭാരതാംബെ, എൻ്റെ മണ്ണിനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്തോ അബദ്ധം പറ്റിയതാ. രാജ്യദ്രോഹിയാണെങ്കിൽ ഞാൻ ശിക്ഷ അനുഭവിക്കണം. പക്ഷെ എൻ്റെ ഭാരതാംബ ഭാരതാംബയെ പറ്റി വിഷമിക്കുമ്പോഴാണ് ഇങ്ങനെ കോള്. ഞാൻ വിളിച്ചിട്ട് എന്താ നീ ഫോൺ എടുക്കാഞ്ഞേ? വിനോദേട്ടാ, ഞാനല്ലേ ജീവിക്കൂ വിനോദേട്ടാ. അതിൻ്റെ ഇപ്പം ഇങ്ങനെ ഒരു ഓഫറൊക്കെ, ചോദ്യമൊക്കെ? ജയിലിലെ ചപ്പാത്തിക്കല്ല രുചിയില്ലെന്ന് പറഞ്ഞ് എൻ്റെ ശിഷ്യയായിരിക്കും എനിക്കത് കിട്ടിയേക്കുന്നത്. ജയിലിലൊക്കെ ഇപ്പൊ ശമ്പളം കൂട്ടിന്ന് പറയുന്നത് ശരിയായിരിക്കുമല്ലേ? ഇത് പരസ്പര ബന്ധമില്ലാത്ത രീതിയിൽ സംസാരിക്കുന്നത് എന്തൊക്കെ കാണാൻ നടക്കുന്നു. എന്താ നീ പെട്ടെന്ന് വരാൻ പറഞ്ഞു? എടാ കൺഫേം എടാ, അവർക്ക് പ്രാന്താളിയാ. എടാ നീ ടെൻഷൻ അടിക്കല്ലേ. നീ എന്തുവാ പറയുന്നത്? എൻ്റെ പെണ്ണുപിള്ളകത്ത് ഇത് ഇച്ചും പേരും പറയുമ്പോൾ ഞാൻ ഇവിടെ ടെൻഷൻ അടിക്കാതെ തുള്ളിച്ചാണോ ഞാനിവിടെ? നീ എന്നെയും കൂടെ ടെൻഷൻ ആക്കാതെ. ഇപ്പം എന്താ അവസ്ഥ? മൂർച്ഛിച്ച് നിൽക്കുകയാണോ? ഇന്നലെ രാത്രിത്തെക്കാട്ടി കഷ്ടമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ രാവിലെ ദേഹോപദ്രവം വല്ലതും ഉണ്ടോ? ഇതുവരെ ഇല്ല, ഒന്നും പറയാറായിട്ടില്ല. मैं സാർ സെ ബാത് സാറുമായി സംസാരിച്ച് സാറ് പറഞ്ഞത് വെച്ചാൽ ഞങ്ങളുടെ ഡൽഹി ബ്യൂറോയിൽ വാർഷികം അനുബന്ധിച്ച് 4 കേസുകളാണ് അവർ വെറുതെ വിടുന്നത്. അതിൽ ഒരു കേസ് കുട്ടിയുടെ ആണ്. വിശ്വകേര ഒന്ന് സിറിച്ചേ, ഞാനൊന്ന് കാണട്ടെ. ഒരുപാട് നന്ദിയുണ്ട് സാറേ, ഒരുപാട് നന്ദി. പക്ഷെ ഒരു കാര്യം, വാർഷികത്തിന്റെ ചെറിയൊരു തുക കുട്ടി തരേണ്ട വരും. എൻ്റെ പൊന്ന് സാറേ, അച്ഛൻ്റെ ഓഹരി വിഹിതമാണ് ഞാൻ എടുത്ത 8 ലക്ഷം രൂപ ആ തീവ്രവാദിക്ക്, അല്ല
അയാൾക്ക് കൊടുത്തത്. ഇനിയിപ്പോൾ ഞാൻ എവിടെ നിന്നെടുത്ത് പൈസ തരാനാ? അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. ഞാനൊരു 1 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ച് വിളിക്കും. അപ്പോഴത്തേന് ക്യാഷ് റെഡി ആയിരിക്കണം. ആരെയാടി വീഡിയോ കോൾ ചെയ്തത്? എടി ഇപ്പൊ ആരായിരുന്നു വീഡിയോ കോളെന്ന് കണ്ടോടാ? എടാ കണ്ടോ? നീ കണ്ടോ? നീ ഇല്ലാതെ ഞാൻ ജീവിക്കുമെന്ന് ചോദിച്ചതിന്റെ പൊരുൾ ഇതായിരുന്നില്ലേ? എന്നെ ഒഴിവാക്കിയിട്ട് വല്ലവൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട്. കണ്ടോടാ, ഇത് അവിഹിതമാണെന്ന് തോന്നുന്നു ചെയ്ത്. ആണോ ഇത്? ഇത് അവിഹിതമാ. ചേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞാൽ എന്നെ വഴക്ക് പറയൂ? നീ ആദ്യമേ കാര്യം എന്തോന്ന് പറ, എന്നിട്ട് ഞാൻ തീരുമാനിക്കുന്നതിനെ വഴക്ക് പറയണോ കുഴിച്ചും കൂടണോന്ന്. ഞാൻ ജിതേഷ് മേത്ത. ഒരു ദിവസം 1 ലക്ഷം രൂപ. ചിക്കന് ചമ്മനും ലടുക്കി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഫയൽ എൻ്റെ കൈ വന്നാൽ അപ്പൊ അറസ്റ്റ്. ഇനി അവരെപ്പോഴാണ് വിളിക്കുന്നത്? എനിക്കറിയത്തില്ല, പക്ഷെ വിളിക്കും. എങ്ങനെയെങ്കിലും രക്ഷിക്കണം ചേട്ടാ. സംസാരിച്ചിരിക്കും. നീ ഇവിടെ പോവാ? ഇപ്പോൾ വരാം. എടാ നീ ഇങ്ങോട്ട് വരാം. കണ്ട നിങ്ങളുടെ കൂട്ടന്റെ തനി സ്വഭാവം കണ്ടോ? പോലീസ് കേസ് ആവെന്ന് പറഞ്ഞു അപ്പോഴേ പമ്പ കടന്നു. ആഹാ, എടീ, നീ ഓരോ വള്ളിയും പിടിച്ച് വെച്ചിട്ട് അവൻ എന്തിനാടി അത് ഏറ്റെടുക്കാൻ നിൽക്കുന്നത്? അതിന്റെ ആവശ്യം എന്തുവാ? ഇനിയിപ്പോ എന്ത് ചെയ്യും ചേട്ടാ? ഇനി എന്തോ ചെയ്യാന്? പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിയെ മേടിച്ചു, അത്രയേ ഉള്ളൂ. ഇപ്പൊ CBI വന്ന് എന്നെ അറസ്റ്റ് ചെയ്യും, എന്നെ ബീഹാർ ജയിലിൽ കൊണ്ടിടും. എടീ, ഈ അവസരത്തിൽ അതെങ്കിലും ഒന്ന് നേരെ പറയടി. തീഹാർ എന്തായാലും എന്താ ചേട്ടാ, തിന്നുന്നതെല്ലാം ഉണ്ടല്ലേ. അയ്യോ, വന്നു 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 എന്നെ കൊണ്ടുപോകും. വന്നു. ആരാന്ന് നോക്കിക്കേ. ഒരു ശൂലം. മിക്കവാറും അയാൾ തന്നെ ആയിരിക്കും. ആരാ? ഞാനേ ശാന്തമ്പാറയെന്നാ. ശാന്തമ്പാറയിലെ SI എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നായിരിക്കും. എല്ലാം അറിഞ്ഞു കാണുമല്ലോ, ഇപ്പോഴത്തെ നിയമമൊക്കെ അറിയാമല്ലോ. അറിയാം, നന്നായിട്ടറിയാം. ഇതിപ്പോ എത്ര കൊല്ലോ? എന്തായാലും തൂക്കുകയർ. അതിൽ കുറഞ്ഞൊന്നും ഈ രാജ്യദ്രോഹി പ്രതീക്ഷിക്കുന്നില്ല. സാധാരണഗതിയിൽ 8 വർഷം വരെയാ. 8 വർഷമോ? 8 വർഷം ഞാൻ തടവി കിടക്കേണ്ടി വരുമോ? എന്തെങ്കിലും ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ? എന്നോട് സ്നേഹമുണ്ട്, പക്ഷെ വേണ്ട, ഒന്നും കുറയ്ക്കണ്ട. ഈ രാജ്യദ്രോഹിക്ക് പരമാവധി ശിക്ഷ കിട്ടണം. കുറയാൻ സാധ്യത വളരെ കുറവാ. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്ന് തരാം. മതി, അങ്ങോട്ട് എത്തിച്ചാൽ മതി. അപ്പൊ എന്നെ പോലീസുകാർക്ക് കൊണ്ടു കൊടുക്കാൻ പോവല്ലേ? ആ ശരി, എന്നാ മതി. വേണ്ട, ആരും കൊണ്ട് കൊടുക്കണ്ട. ഞാൻ കീഴടങ്ങാൻ പോവാ. ഈ രാജ്യദ്രോഹിയായി ഞാൻ കീഴടങ്ങാൻ പോവാ. ഓരോ മാരണം മനുഷ്യൻ പേടിച്ചു പോയി. കൊണ്ടുപോകൂ സാർ, രാജ്യദ്രോഹിയായി എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകൂ. എവിടെ കൊണ്ടു? എവിടെങ്ങും ആരും ഇല്ല. എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്ന ആള് പോയാ? എടി പോത്തെ, കാളപ്പിരിവിന് വന്നേ അയാള്. ശാന്തമ്പാറ SI കാളപ്പിരിവിനോ? ശാന്തമ്പാറ അമ്പലത്തിലെ ഉത്സവം, അതിന് കാളപ്പിരിവിന് വന്നയാന്ന്. ശരിക്കും? അപ്പൊ 8 കൊല്ലം എന്ന് പറഞ്ഞതോ? 8 കൊല്ലമായി ഈ കരയെന്ന് കാള അങ്ങോട്ട് പോകാൻ തുടങ്ങിയിട്ട് 1 രൂപ ഞാൻ കൊടുത്തിട്ടില്ല. ഈ വട്ടമെങ്കിലും കൊടുക്കണം പൈസ എനിക്ക്. അല്ല, അപ്പൊ എന്നെ കൊണ്ടവിടെ കൊടുക്കാന്ന് പറഞ്ഞതോ? നിന്നെ കൊണ്ട് കൊടുക്കാനും നീയാണ് അവിടെ കിടന്ന് കാളയ്ക്ക് വരാൻ തുള്ളുന്നത്. കാളയുടെ പിരിവ് കൊടുക്കണമെന്നാ പറഞ്ഞത്. അതിന് എൻ്റെ പൈസ ഇല്ല, എവിടെ ഫോണും ഇല്ല. അങ്ങോട്ട് കൊണ്ട് കൊടുക്കാന്നാ പറഞ്ഞ പൈസ. അപ്പൊ എന്നെ അറസ്റ്റ് ചെയ്യാനുള്ളവർ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടില്ല. ചിക്കിനി ചമേലി. ഫോണല്ല പെണ്ണെ, വട്ടി കരഞ്ഞാന്നത്. ഇതിപ്പോ എത്ര നേരമായി? എന്താ വിളിക്കാത്തേ? വിളിക്കുമായിരിക്കും. വിളിക്കുമെന്ന് പറഞ്ഞാൽ വിളിക്കും, എപ്പോഴൊന്നും അറിയത്തില്ല. അയ്യോ, അവിടെ വിളിക്കുന്നു. സുന്ദർ ലടുക്കി, ഞാൻ സംസാരിച്ചു. ഓഫർ ഡിസ്കൗണ്ടും കഴിച്ചു 3 ലക്ഷം രൂപ. 3 ലക്ഷോ? അരേ സുന്ദർ ലടുക്കി, വാർഷികത്തിന് ജാസിഫിന്റെ ഗാനമേളയായിരുന്നു. അത് പറഞ്ഞ് ഞാൻ കട്ട് ചെയ്യിപ്പിച്ച്, അല്ലെങ്കിൽ 10 ലക്ഷം ആയതേ. ഇതിപ്പോ കുറച്ച് കിട്ടില്ലേ? ലജ്ജാവതിയേ. സാറേ, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൊടുക്കാം. സാറേ, ഇവളുടെ പൊട്ടത്തരത്തിന് പറ്റിയതാ സാറേ.
ഇപ്പം ഈ അവസ്ഥയിൽ എൻ്റെ 3 ലക്ഷം രൂപ എടുക്കാനില്ല സാറേ. സാല് അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ക്യാഷ് റെഡി ആയിരിക്കണം. നിനക്ക് ഞാൻ കാശ് അറേഞ്ച് ചെയ്യുന്നാൽ മതിയോടാ. കേരള പോലീസാ ആരാ നീ? അണ്ണാ റോങ് നമ്പർ. എന്തോന്നടേ എടാ, നീ നിന്റെ പെണ്ണുമ്പിള്ളല്ലേ ഇങ്ങനത്തെ തട്ടിപ്പിനൊക്കെ കൊണ്ട് ആരെങ്കിലും തലവെക്കും? ഞാൻ ഇവളോട് എന്ത് കളിയാ പറയേണ്ടത്? ഇതുപോലൊരു മൊണ്ണെ കല്യാണം കഴിച്ചല്ലോ ദൈവമേ. അത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം, അതുകൊണ്ടാണ്. അതെനിക്ക് സംശയമുണ്ട്. ഇത് രണ്ടാമതായിരുന്നെങ്കിൽ ഇതങ്ങ് ഭയങ്കര വിശേഷമായേനെ. ഇത് എടാ, വലിയ പഠിപ്പും വിവരമുള്ള ആളുകളെ വരെ ഇവിടെ പറ്റിക്കുന്നു. അപ്പൊ അത് പറ്റിയില്ലായിരുന്നോ? അല്ല, സുഖിപ്പിക്കാൻ വിളിച്ചായിരുന്നു. എടാ, പെട്ടെന്ന് പോയി സ്റ്റേഷനിൽ ഇപ്പോൾ പരാതി കൊടുക്കും. ഉള്ള കാശെങ്കിലും തിരിച്ചു കൊടുക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ആവശ്യമില്ലാത്ത ഓരോരുത്തർക്ക് പൈസ എണ്ണി കൊടുക്കുകയും ചെയ്യും. നീ എൻ്റെ തലയ്ക്കോട്ട് കയറടി. നീ എല്ലടി കൊണ്ടുവന്ന് പൈസ കളഞ്ഞത്? നിങ്ങൾ തന്നെയാ തെറ്റുകാരൻ. കാരണം ഞാൻ ചോദിക്കുമ്പോൾ എന്നെ ഈ പൈസ തന്നിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, എന്നെ അപമാനിക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് എനിക്ക് വാശി കൂടിയത്. പൂള അതിനെ പറ്റി ഒന്നും സംസാരിക്കണ്ട കേട്ടോ. എനിക്ക് നിന്റെ പെരുമാറ്റത്തിൽ നിന്ന് പല ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. ഞാൻ രാത്രി വന്നപ്പോൾ പോലെ നിന്നെ എത്ര വട്ടം ഞാൻ വിളിച്ചിട്ടുണ്ട്. വാടി വന്ന് കിടക്കടി, നീ ഉറങ്ങടി. ഉറക്കമുള്ള എന്തൊക്കെ പരിപാടികളായിരുന്നു ഇവിടെ കാണിച്ചുകൊണ്ടിരുന്നത്. നിർത്ത് ഒരു 300 രൂപ എടുത്ത്. എന്തിനാളിയാ ഇത്? പിന്നെ ഇത് വളം കൊടുക്കണ്ടേ? പിന്നെ എൻ്റെ അഭിനയം ഫ്രീ ആണ്. എന്നാ പിന്നെ ആ കോസ്റ്റ്യൂമും കൂടെ ഫ്രീ ആയിട്ട് തന്നൂടെ? ഇതാണ് മലയാളി. അറിയാവുന്നവന്മാർക്കൊരു 10 പൈസ കൊടുക്കരുത്, പക്ഷെ അറിയാത്തവന്മാർക്ക് ലക്ഷങ്ങൾ വേണേലും കൊടുക്കാൻ റെഡിയാണ്. അതിപ്പോൾ അറിയാത്തവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുമെന്നെങ്കിലും ഒരു പ്രതീക്ഷ കാണും. പക്ഷെ അറിയാവുന്നവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടത്തില്ലെന്ന് ഉറപ്പല്ലേ? അതാ. അപ്പൊ കിട്ടത്തില്ല. മലയാളി തന്നെടേ നാട്ടിൽ. സോറി. എനിക്ക് വേണ്ട നിന്റെ സോറി. എന്നോട് ദേഷ്യ? എന്ത് ചെയ്യാനാ? ചെറുപ്പം മുതലേ കാശുകാരി ആവണമെന്ന് എൻ്റെ ഭയങ്കര ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ഞാനൊരു പാവാ. എന്നെ എല്ലാവരും പെട്ടെന്ന് പറ്റിക്കും. ഞാൻ എല്ലാവരും പെട്ടെന്ന് വിശ്വസിക്കും. എന്താ ചേട്ടാ അങ്ങനെ? ഇതുപോലെ സ്വയം പൊട്ടിയാന്ന് പറയുന്ന ഇവിടെ ലോക ഫ്രോഡുകൾ. അങ്ങനെ പറയല്ലേ. പക്ഷെ ടെൻഷൻ അടിക്കണ്ട. 8 ലക്ഷം പോയെങ്കിൽ എന്താ? 1 ലക്ഷം രൂപ തിരിച്ചു കിട്ടിയില്ലേ? 7 ലക്ഷം നമ്മൾ അവന്മാരെ പറ്റിച്ച്. അതുകൊണ്ട് നമ്മൾ പണക്കാരായല്ലോ. ടെൻഷൻ അടിക്കണ്ട. എൻ്റെ കൂട്ടുകാരി മിനി അറിയത്തില്ലേ? മിനി മൊറോക്കോയിലുള്ളൊരു ബ്രിങ്കോ കറൻസിയുടെ കാര്യം പറഞ്ഞു. നമുക്ക് ഈ 1 ലക്ഷം രൂപ കൊണ്ട് ബ്രിങ്കോ കറൻസിയിലിട്ട് അത് ഇരട്ടിപ്പിക്കാം. എന്നിട്ട് അതിൻ്റെ പലിശയ്ക്ക് നമുക്ക് ജീവിക്കാം. പഠിച്ചില്ലേടി നീ? പേടിക്കണ്ട, സേഫാ. സേഫാണല്ലോ. അങ്ങനാണെങ്കിൽ 10 ലക്ഷം രൂപ ഞാൻ തരും. 1 ലക്ഷം രൂപ ഒരു ദിവസം കിട്ടുമല്ലോ. തീർച്ചയായും. അല്ല, സാറിന്റെ പേരെന്തുവന്നാ പറഞ്ഞേ? ബ്രിങ്കോ കറൻസി വെസ്റ്റ് ബംഗാൾ വിംഗ് കമാൻഡർ പ്രത്യുൽപാദ് മേനോൻ.